2017 US പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആദ്യത്തെ വിദേശ യാത്ര പശ്ചിമേഷ്യയിലേക്കായിരുന്നു. സൗദി അറേബ്യയിൽ നിന്നായിരുന്നു പര്യടനത്തിന് തുടക്കം. റിയാദ് സമ്മിറ്റ് എന്ന പേരിൽ 2017 മെയ് 20-നും 21-നും സുപ്രധാനമായൊരു ഉച്ചകോടിക്കും അന്ന് സൗദി അറേബ്യ സാക്ഷ്യം വഹിച്ചു. GCC അംഗങ്ങളും 54 അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നേതാക്കളും പ്രതിനിധികളുമായിരുന്നു ഉച്ചകോടിയിൽ സംബന്ധിച്ചത്. സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായ പരിപാടി ഇറാനും തുർക്കിയും ബഹിഷ്കരിച്ചപ്പോൾ സിറിയയ്ക്ക് ക്ഷണവും ഉണ്ടായിരുന്നില്ല. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. രണ്ടാം ഊഴത്തിലും ട്രംപിന്റെ ആദ്യ വിദേശയാത്ര സൗദിയിലേക്കാണ്. ഈ മാസം അവസാന വാരമായിരിക്കും US പ്രസിഡന്റ് റിയാദിലെത്തുന്നത്. ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗൾഫ് US സമ്മിറ്റിനും സൗദി ആതിഥ്യമരുളുന്നുണ്ട്. തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുപ്രധാനമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വളരെ സുപ്രധാനമായ പ്രഖ്യാപനം നടക്കാൻ പോകുകയാണെന്ന് നേരത്തെ കാനഡ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപ് സൂചിപ്പിച്ചിരുന്നു. സുരക്ഷാ സൈനിക വിഷയങ്ങൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടും വലിയ കരാറുകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അസാധാരണ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഉച്ചകോടിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അതിന് അമേരിക്ക അംഗീകാരം നൽകുമെന്നുമാണ് സൂചന. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അടിസ്ഥാനമായുള്ള അമേരിക്കൻ വാർത്താ ഏജൻസിയായ മീഡിയ ലൈനിനോട് ചില ഗൾഫ് നയതന്ത്ര പ്രതിനിധികളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ട്രംപ് തന്നെയായിരിക്കും സുപ്രധാന പ്രഖ്യാപനം നടത്തുകയെന്നാണ് സൂചന. ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത ഫലസ്തീൻ രാഷ്ട്രമായിരിക്കും സ്ഥാപിക്കാൻ പോകുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിന് അമേരിക്ക അംഗീകാരം നൽകുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ അധികാര ബലാബലത്തെ തന്നെ അത് മാറ്റിമറിക്കുമെന്നാണ് ഒരു നയതന്ത്ര വൃത്തം പറഞ്ഞത്. എന്നാൽ ഫലസ്തീൻ സംബന്ധമായ പ്രഖ്യാപനം ഉണ്ടാകാനിടയില്ലെന്നാണ് മുൻ ഗൾഫ് നയതന്ത്ര ഉദ്യോഗസ്ഥനായ അഹമ്മദ് അൽ ഇബ്രാഹിം പറയുന്നത്. ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയെയും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെയും ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കാത്തതാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അത്തരമൊരു തീരുമാനമാണ് വരാൻ പോകുന്നതെങ്കിൽ ഇരുവരുടെയും സാന്നിധ്യം ഉച്ചകോടിയിൽ പരമപ്രധാനമാണെന്നും അഹമ്മദ് അൽ ഇബ്രാഹിം പറയുന്നു. സൗദിക്ക് ശേഷം ട്രംപ് UAEയും ഖത്തറും സന്ദർശിക്കുന്നുണ്ട്. അമേരിക്കയിൽ വലിയ നിക്ഷേപം നടത്തുന്ന വലിയ സാമ്പത്തിക ശക്തികളാണ് ഈ രണ്ട് രാജ്യങ്ങളുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കില്ലെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ട്രംപിനെ ഇസ്രായേലിൽ എത്തിക്കാൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ പലവിധ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ ഇസ്രായേലിനോട് ആലോചിക്കാതെ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ അമേരിക്ക തീരുമാനിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ അറിയിക്കാതെ ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അത്തരമൊരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. പ്രഖ്യാപനം വന്ന ശേഷവും ഇസ്രായേൽ നേതാക്കളുമായി അമേരിക്ക ആശയവിനിമയം നടത്തുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് ഇസ്രായേലിനെ കടുത്ത ആശങ്കയിൽ ആഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഇസ്രായേലുമായി ആലോചിച്ച് മാത്രമേ പശ്ചിമേഷ്യയിലെ ഏത് നീക്കവും അമേരിക്ക നടത്താറുള്ളൂ. റിപ്പബ്ലിക്കന്മാരുടെ കാലത്തും ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോഴും അതിൽ മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ ട്രംപ് നേരിട്ട് അതിനൊരു തിരുത്തുണ്ടാക്കുകയാണ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല വിഷയങ്ങളിലുമുള്ള തീരുമാനങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും ഇടപെട്ട് വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇറാനെതിരായ ആക്രമണം ഉൾപ്പെടെ തെറ്റായ നീക്കങ്ങളിലേക്ക് അമേരിക്കയെ എടുത്തിടാനും അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട്. ഇതിലെല്ലാം ട്രംപിന് കടുത്ത ആമർശവുമുണ്ട്. അങ്ങനെയാണ് ഇസ്രായേലിനെ വിട്ടുപിടിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. ആണവ സഹകരണം വേണമെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്നൊരു നിബന്ധന നേരത്തെ സൗദിക്ക് മുന്നിൽ അമേരിക്ക വെച്ചിരുന്നു. ആ കടുംപിടുത്തത്തിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാതെ തന്നെ സഹകരണത്തിന് അമേരിക്ക സന്നദ്ധത അറിയിച്ചെന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ആരംഭിക്കണമെങ്കിൽ ഗസ ആക്രമണം അവസാനിപ്പിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള വഴിയൊരുക്കുകയും ചെയ്യണമെന്ന് നേരത്തെ സൗദി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.